നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ സൂര്യവംശ രാജാവായ രുക്മാംഗദന് ക്ഷേത്രത്തിൽ വെച്ച് വിഷ്ണു ദർശനം ലഭിച്ചതിനെ കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ ആദ്യ ഭാഗമാണ് വിവരിച്ചത്. അതിന്റെ തുടർച്ച. കാറ്റിലൂടെ പരന്ന ഈ രൂക്ഷഗന്ധമേറ്റ് ദേവലോകത്തുള്ളവരുടെയും ശക്തികൾ ക്ഷയിച്ചു. അന്നൊരു ഏകാദശി ദിവസവും കൂടിയായിരുന്നു. ഏകാദശി വ്രതം നോൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. രുക്മാംഗദൻ തന്റെ രാജ്യമാകെ ഏകാദശി നോൽക്കുന്ന ഒരു ഭക്തനു വേണ്ടി അലഞ്ഞു. എന്നാൽ ഒരാളെ പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം തന്റെ ജീവിതകാലം മുഴുവൻ വിഴുപ്പലക്കി കാലം കഴിക്കുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ഗ്രാമവാസികളുമായി വഴക്കുണ്ടാക്കിയത് കാരണം ആഹാരം കഴിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ഏകാദശിയാണെന്നൊന്നും ആ പാവത്തിനറിയില്ലായിരുന്നു. തന്റെ ഭർത്താവിന്റെ നല്ല നടപ്പിനു വേണ്ടി അന്നേ ദിവസം ആ സ്ത്രീ ജലപാനവേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം. സ്ത്രീയുടെ മുന്നിൽ ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറയുകയും തന്റെ വ്രതം അല്ലെങ്കിൽ ഏകാദശി നോറ്റതിന്റെ പുണ്യം ദേവലോകത്തിലെ ദേവഗണങ്ങൾക്കായി രുക്മാംഗദൻ യാചിക്കുകയും ചെയ്തു. അങ്ങനെ ആ സാധു സ്ത്രീ അത് അംഗീകരിക്കുകയും തന്റെ വ്രതത്തിന്റെ പകുതി അവർക്കായി നൽകുകയും ചെയ്തു. രുക്മാംഗദൻ അവരോട് നന്ദി രേഖപ്പെടുത്തുകയും അവർക്കായി വളരെയധികം ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും മറ്റും സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ ആ വ്രതപുണ്യം ദേവന്മാർക്കായി നൽകുകയും അവർക്ക് തങ്ങളുടെ ശക്തികൾ തിരികെ ലഭിക്കുകയും ചെയ്തു. ഇവിടെ രുക്മാംഗദനിലൂടെ ഏകാദശി വ്രതത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കി തരുകയായിരുന്നു ഭഗവാൻ. കഴുവേറ്റിക്കല്ല്. തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ കഴുവേറ്റിക്കല്ല്. കിഴക്കേ നടയ്ക്കും ക്ഷേത്രക്കുളത്തിനും മധ്യേ 6 അടി പൊക്കമുള്ള ഒരു കരിങ്കൽ തൂണും അതിനു മുകളിലായി പൂണൂൽധാരിയായ ഒരാൾ ഇടതു കൈയിൽ ഒരു ശംഖുമായി കിടക്കുന്ന കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആൾരൂപവുമുണ്ട്. ഇതിനു പിന്നിലെ കഥ ഇങ്ങനെയാണ്. പണ്ട് അമ്പലപ്പുഴ രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നുവെങ്കിലും വളരെയധികം ക്രൂരപ്രവൃത്തികൾ ചെയ്ത ആളായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ശീവേലി കഴിഞ്ഞ് അമ്പലം അടച്ച സമയത്ത് വരികയും ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദേവൻ ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തരുതെന്ന് അമ്പലത്തിലുള്ളവർ പറഞ്ഞെങ്കിലും ബലമായി അമ്പലം തുറക്കുകയും അപ്പോൾ തന്നെ വീണു മരിക്കുകയും ചെയ്തു. ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ ഉണ്ടാവും എന്ന് ഏവരെയും അറിയിക്കുവാനായി മേൽപ്പറഞ്ഞ സ്തൂപം സ്ഥാപിച്ചുവെന്നുമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇതേപ്പറ്റി പറയുന്ന ഐതിഹ്യം. ഇതേ കഥ തന്നെ മറ്റൊരു രീതിയിലും പ്രചരിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന നാന്ത്രുടൈ നാട് രാജ്യവുമായി ചെമ്പകശ്ശേരി രാജാവിന് കടുത്ത ശത്രുതയായിരുന്നു. അക്കാലത്ത് ക്ഷേത്രങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഐശ്വര്യമായി കണ്ടിരുന്നത്. ചെമ്പകശ്ശേരി രാജാവ് തന്റെ കുലദേവതയായ അമ്പലപ്പുഴ കൃഷ്ണന്റെ ശക്തിയിൽ അഹങ്കരിച്ചിരുന്നു. അങ്ങനെ അയൽ രാജ്യത്തെ നാറ്റിക്കാൻ അദ്ദേഹം അസമയത്ത് ക്ഷേത്രദർശനത്തിനെത്തി. അന്ന് കാവൽക്കാരനായിരുന്ന മാരാരോട് അദ്ദേഹം ശംഖൂതാൻ ആവശ്യപ്പെട്ടു. മാരാർ ഒട്ടും ഭയമില്ലാതെ ശംഖൂതി. അർദ്ധരാത്രിക്ക് ശംഖൂതുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ ക്ഷേത്രത്തിലെ മറ്റു ജീവനക്കാർ ഈ വിവരം നാന്ത്രുടൈ നാട് രാജാവിനെ അറിയിച്ചു. അദ്ദേഹം മാരാരെ വെട്ടിക്കൊന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രോഗബാധിതനായി രാജാവും മരിച്ചു. ഇതോടുകൂടി തൃക്കൊടിത്താനം ക്ഷേത്ര പരമ്പര അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.